ചരിത്ര നിമിഷത്തിന് ഇവിടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി 30 മിനിറ്റ്, ഈ 30 മിനിറ്റിൽ ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണ് മാണ്ഡ്യ രൂപതയിലെ ബാംഗ്ലൂർ ബാബു സാഹിബ് പാളയ ഇടവക സെൻറ്റ് ജോസഫ് ദേവാലയം. എന്തായാലും എൻ്റെ പിന്നിൽ ഇപ്പോൾ ദേവാലയം, ആ ദേവാലയത്തിൻ്റെ അകത്ത് ഏകദേശം 1270 ആളുകൾ വ്യത്യസ്തമായ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ഈ ഒരു നിയോഗം അല്ലെങ്കിൽ ഉദ്യമത്തിന് പങ്കുകാരാകുന്നത്. എന്തായാലും ഇപ്പോൾ എന്നോടൊപ്പം ബാംഗ്ലൂർ ബാബു സാഹിബ് പാളയ ദേവാലയത്തിലെ അസിസ്റ്റൻറ്റ് വികാരിയായ ഫാദർ സുബിൻ കളത്തിലച്ചൻ ചേരുകയാണ്. അച്ഛാ, അങ്ങനെ ഒരു 30 മിനിറ്റ് ഇനി ചരിത്രം സൃഷ്ടിക്കുകയാണ്. ഒരു വേൾഡ് റെക്കോർഡിലേക്ക് വരെ എത്താവുന്ന ഒരു ഉദ്യമത്തിനാണ് ഇപ്പോൾ ഈ ഒരു ദേവാലയം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ കാണുന്നു? ഇത് സെൻറ്റ് ജോസഫ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നിമിഷമാണ്. കാരണം ദേവാലയത്തിൻ്റെ 25 വർഷ ജൂബിലി ആഘോഷത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ആത്മീയ ഒരുക്കമാണ് ഈ ബൈബിൾ എഴുതുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷമാണ്. ആദ്യമായിട്ട് ഇങ്ങനൊരു ആശയം അവതരിപ്പിച്ചപ്പോൾ, അത് പാരിഷ് കൗൺസിൽ അവതരിപ്പിച്ചപ്പോൾ, വികാരിച്ചനോടൊക്കെ സംസാരിച്ചപ്പോൾ അവർക്കെല്ലാം വലിയ ഒരു ഉത്സാഹമായിരുന്നു. കാരണം ഇത് വലിയൊരു ആത്മീയ ഒരുക്കമാണ്. മറ്റ് ഭൗതികമായ എല്ലാ ഒരുക്കങ്ങളെക്കാളും ഉപരി ഇതൊരു ആത്മീയ ഒരുക്കമാണ്. കാരണം ജൂബിലി എന്ന് പറയുക അത് ഭൗതികമായ ആഘോഷങ്ങളെക്കാളൊക്കെ ഉപരി ആത്മീയമായിട്ട് നമ്മൾ എത്രയോളം ഉയർന്നു, എത്രത്തോളം അതിൻ്റെ ആത്മീയതയുടെ ചുവടുവെപ്പുകൾ നമ്മൾ നടത്തി എന്ന് കാണിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ബൈബിൾ റൈറ്റിംഗ് എഴുതുവാനായിട്ട് തയ്യാറാക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു ലോക റെക്കോർഡ് ഇട്ടുകൂടാ എന്ന ഒരു ചിന്തയൊക്കെ കടന്നു വരികയുണ്ടായി. അങ്ങനെയാണ് ഈ ഒരു ഉദ്യമത്തിലേക്ക് ഞങ്ങൾ വരികയും അതിൽ തയ്യാറാവുകയും ചെയ്തത്. തീർച്ചയായിട്ടും അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഇത്രയും ആളുകൾ 1270 ആളുകൾ എഴുതുവാൻ തന്നെയുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുവാനായിട്ട് 100-ലധികം ആളുകളുണ്ട്. അപ്പോൾ ഇത്രയും ആളുകളെ ഒരുമിപ്പിക്കുക, അവർക്ക് പേജുകൾ അസൈൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല. പക്ഷേ അതിൻ്റെ പിന്നിൽ ഇടവക ജനത്തിൻ്റെ ലിറ്ററസി കമ്മിറ്റിയുടെ ഒരു ശക്തമായ നേതൃത്വം ഉണ്ടായിരുന്നു, വലിയൊരു സഹകരണം ഉണ്ടായിരുന്നു. ഇടവക സമൂഹം മുഴുവനും ഒന്നു ചേർന്ന് സഹകരിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു ചരിത്ര നിമിഷം ഇവിടെ സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ജൂബിലി 25 വർഷത്തിൻ്റെ ജൂബിലിയുടെ ഈ വലിയൊരു ഓർമ്മ അത് വരും തലമുറകൾ ഓർക്കും. കാരണം ആ ഒരു ഓർമ്മ ലോകം മുഴുവനും, ഞങ്ങളുടെ ദേവാലയം ജൂബിലി ആഘോഷിക്കുമ്പോൾ ലോകം മുഴുവനും അത് ഓർമ്മിപ്പിക്കപ്പെടണം എന്നുള്ള വലിയൊരു ആഗ്രഹമാണ് ഞങ്ങളിവിടെ ഇങ്ങനെയൊരു ബൈബിള്, സമ്പൂർണ്ണ ബൈബിള് മുഴുവനായിട്ടും എഴുതുവാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നത്. അപ്പം തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷത്തിൻ്റെ നിമിഷമാണ്. ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അതായത് ഓരോരുത്തർക്കും ഓരോ പേജ് നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ അസൈൻ ചെയ്ത് കൊടുക്കണം, ഇത്ര ആളുകളുണ്ട്, അതിൻ്റെ ഒരുക്കങ്ങളെ കുറിച്ച്. ഇത് തുടക്കത്തിൽ അവതരിപ്പിച്ചപ്പോൾ ഒത്തിരി പേർക്ക് ഇത് നടക്കുമോ, കാരണം അത്ര എളുപ്പമല്ല. ഞാൻ പലരോടും ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഈ പലരും പറഞ്ഞത്, പലരും ഇതിനു വേണ്ടി പരിശ്രമങ്ങളൊക്കെ നടത്തി, പക്ഷേ അവസാനം ഉപേക്ഷിക്കുകയായിരുന്നു. കാരണം ഇത് ഇത്ര ആളുകളെ ഒന്നിച്ചു കൂട്ടുക, അവർക്ക് കൃത്യമായിട്ട് പേജ് അസൈൻ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ പക്ഷേ അതിന് ഞങ്ങൾ ഒരു വ്യക്തമായിട്ടൊരു കമ്മിറ്റി, ലിറ്റർജി കമ്മിറ്റി തന്നെ രൂപീകരിക്കുകയുണ്ടായി തിരുനാളിനോടനുബന്ധിച്ച്. അപ്പോൾ കമ്മിറ്റിയുടെ ചുമതലയിലേക്ക് ഇതിനുള്ള ആളുകളെ കണ്ടെത്തുവാൻ വേണ്ടി ഞങ്ങൾ ഗൂഗിൾ ഫോമിലൂടെ അത് ഇടവക ജനത്തെ അറിയിക്കുകയും പലരുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് കോൺടാക്റ്റ് ചെയ്യുകയും, അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് തുടക്കത്തിൽ എഴുതുവാനായിട്ടൊക്കെ ഒരു സംശയവും ഭയവും, കാരണം നമ്മൾ ഈ ഒരു സമയമൊക്കെ നിശ്ചയിച്ചപ്പോൾ ഭയമൊക്കെ തോന്നിയെങ്കിലും പിന്നീട് എല്ലാവരിലേക്കും വലിയൊരു ആവേശം, ഞങ്ങൾ വീണ്ടും എഴുതാനായിട്ട്, അതായത് തലേദിവസം വരെ രജിസ്ട്രേഷൻ ഞങ്ങൾ ഇനി എഴുതാൻ റെഡിയാണെന്ന് പറഞ്ഞ് ഒത്തിരി പേര് പല സ്ഥലത്തു നിന്ന് വരികയും, അപ്പോൾ അത് അങ്ങനെ ഒരു വലിയ ഒരു അതിൻ്റെ ഒരു വർക്കൗട്ട് ശരിക്കും തീർച്ചയായിട്ടും ഇതിന് വേണ്ടി നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മാസങ്ങളുടെ അധ്വാനമുണ്ട്. ഏകദേശം 2 മാസമോളം എടുത്താണ് ഞങ്ങൾ ഇതിന് വേണ്ട പ്രിപ്പറേഷൻസ് ചെയ്യുന്നതും ഒരുക്കങ്ങൾ ചെയ്യുന്നതും എല്ലാവർക്കും പാസേജുകൾ അസൈൻ ചെയ്ത് കൊടുത്തതും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു 5ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുഞ്ഞു മുതൽ 85 വയസ്സ് വരെ ഉള്ളവർ ഈ ബൈബിള് എഴുതുന്നു എന്നുള്ളതാണ്. അപ്പം ശരിക്കും എല്ലാവരെയും ഈ ബൈബിൾ എഴുതുന്നതിലൂടെ ഈ ഇടവക ജനത്തെ മുഴുവനും ഒന്നിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു സന്തോഷം. ഇതിനു മുമ്പ് ട്രയൽ എന്തെങ്കിലും നടത്തിയിരുന്നോ? ഓരോരുത്തർക്കും ഓരോ പേജ് അസൈൻ ചെയ്ത് കൊടുത്തിരുന്നല്ലോ, അത് എഴുതുന്നതിന്. നമ്മൾ ഓൾറെഡി നേരത്തെ പേജുകൾ അസൈൻ ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ തയ്യാറാക്കിയായിരുന്നു. നമ്മൾ എങ്ങനെയാണ്
അത് എഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പോലെ, അപ്പോൾ ആളുകൾക്കത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഉപരി കാണിച്ചു കൊടുക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. അപ്പം അതിന് ഞങ്ങൾ നേരത്തെ തന്നെ ഒരു വീഡിയോ ഒക്കെ തയ്യാറാക്കി അത് കൃത്യമായിട്ട് എല്ലാവരിലേക്ക് എത്തിക്കുകയും അങ്ങനെ എല്ലാവരും വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ട്രയൽ നടത്തുകയും പിന്നെ ഞങ്ങളുടെ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കും ഒക്കെ അവർ എഴുതിയ പേപ്പറുകൾ അത് ഞങ്ങൾക്ക് അയച്ചു തരികയും വേണ്ട കറക്ഷൻസ് ഒക്കെ നടത്തുകയും ഒക്കെ ചെയ്തു. അപ്പം അങ്ങനെ വലിയൊരു ഒരുക്കം ശരിക്കും ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും വ്യത്യസ്തമായ രീതികളിലാണ് പലപ്പോഴും പല ജൂബിലികളും ഓരോ ഇടവുകളും ആഘോഷിക്കുന്നത്. പക്ഷേ ഈ ഒരു ദേവാലയത്തിൻ്റെ ഒരു ജൂബിലി ആഘോഷം ബൈബിൾ എഴുതിക്കൊണ്ട് തന്നെ വേണം എന്നുള്ളൊരു ചിന്ത ആരുടെ ഉള്ളിലാണ് ആദ്യം വന്നത്? ശരിക്കും ഞാനിത് ആദ്യമായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ആഗ്രഹം തോന്നിയായിരുന്നു. ഞാൻ ഇതിങ്ങനെ വികാരച്ചനോട് സംസാരിച്ചപ്പം അതൊരു നല്ലൊരു ഓർമ്മയായിരിക്കും എന്ന് വികാരച്ചൻ തന്നെ സംസാരിച്ചു. കാരണം ബാക്കി എല്ലാ ആഘോഷങ്ങളും കടന്നു പോകും, പക്ഷേ ഇതൊന്നും ഒരു ഓർമ്മയായിരിക്കും. അപ്പം ആ ഓർമ്മ വരും തലമുറകൾ നിർത്തണം. അപ്പോൾ ഞങ്ങളത് പാരിഷ് കൗൺസിൽ അവതരിപ്പിച്ചപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും വലിയ ആവശ്യമായിരുന്നു. കാരണം നമ്മളൊരു ലോക റെക്കോർഡ്, കാരണം സാധാരണ പോലെ എഴുതി കഴിഞ്ഞാൽ അപ്പോൾ ആളുകളിലേക്ക് അതൊരു സാധാരണ ബൈബിൾ എഴുതുന്നത് പോലെ ഈ ഇടവകയിൽ തന്നെ ഒത്തിരി പേര് ബൈബിൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി അതൊരു ലോക റെക്കോർഡെന്ന് പറയുമ്പോൾ അതെല്ലാവരിലേക്കും വലിയൊരു ആവേശം ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ പാരിഷ് കൗൺസിൽ അവതരിപ്പിച്ചപ്പോൾ നമ്മളിത് സാധാരണ പോലെ എഴുതി പോകുന്ന ഒരു ബൈബിൾ റൈറ്റിംഗ് അല്ല, മറിച്ച് അതൊരു ലോക റെക്കോർഡിന് വേണ്ടിയുള്ള പരിശ്രമമാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയൊരു സന്തോഷവും ഒരു ആവേശവുമാണ് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചത്. അങ്ങനെ അത് പാരിഷ് കൗൺസിൽ അവതരിപ്പിക്കുകയും പിന്നീട് അത് കമ്മിറ്റികളുമായൊക്കെ ചർച്ച ചെയ്ത് അതിൻ്റെ രജിസ്ട്രേഷൻസും പ്രോസസ്സുകളും അതിൻ്റെ നിർദ്ദേശങ്ങളും എങ്ങനെയൊക്കെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പതുക്കെ ഞങ്ങൾ ഫോം ചെയ്തു വരികയായിരുന്നു. ഓക്കെ, എന്തായാലും താങ്ക് യു. ഇനി പിന്നീടും അച്ഛനിലേക്ക് വരാം. എന്തായാലും ഈ ഒരു അരമണിക്കൂർ ഏകദേശം 9 മിനിറ്റോളം ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം ഒരു 20 മിനിറ്റിന് അത് അധികമുണ്ട്. എന്തായാലും പിന്നീട് അച്ഛനിലേക്ക് വരാം. താങ്ക് യു അച്ഛൻ. തീർച്ചയായിട്ടും ഈ ഒരു വേൾഡ് റെക്കോർഡിൻ്റെ ഈ ഒരു ഉദ്യമത്തിൽ തിരുവചനം എഴുതിക്കൊണ്ട് ഒരു ഇടവകയിലെ 1270ഓളം വിശ്വാസികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ബൈബിൾ എഴുതുന്ന ഒരു മഹനീയമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ദേവാലയത്തിൻ്റെ അകത്താണ്. ദേവാലയത്തിൻ്റെ അകത്ത് ഇടവക ജനങ്ങൾ അവർക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ഓരോ ഭാഗങ്ങൾ അത് കൃത്യമായി തന്നെ പകർത്തി എഴുതുന്നു. ഏകദേശം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 10 മിനിറ്റ് ഇപ്പോൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ട് ആയിരിക്കുകയാണ്. ഇനിയൊരു 20 മിനിറ്റാണ് ഇവർക്കെല്ലാവർക്കും ബാക്കിയുള്ളത്. 20 മിനിറ്റ് കൊണ്ട് ഈ ഒരു ബൈബിൾ അത് പൂർണ്ണമായി എഴുതി തീർക്കുക എന്നതാണ് ലോക റെക്കോർഡിലേക്ക് എത്തുന്നത്. എന്തായാലും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് അതിൻ്റെ അധികൃതർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. എന്തായാലും മറ്റ് 3 സ്ഥലങ്ങളിലായിട്ടാണ് ഈ 1270ഓളം ആളുകളെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ബാക്കി ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. ആയിരത്തി 300-ലധികം ആളുകൾ 30 മിനിറ്റ് കൊണ്ട് ഒരു സമ്പൂർണ്ണ ബൈബിൾ മുഴുവനായിട്ട് അവർ സ്വന്തം കൈപ്പടയിൽ എഴുതുന്ന ഒരു മഹനീയ നിമിഷത്തിനാണ്. ലോകത്തിന്നേ വരെ ആരും ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇത്തരത്തിലൊരു റെക്കോർഡ് തീർത്തിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ ഈ മാണ്ഡ്യ രൂപതയിലെ ബാംഗ്ലൂർ ബാബു സാഹിബ് സെൻറ്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ നടക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ലിറ്റർജി കമ്മിറ്റിയാണ് ഈ ഒരു ദേവാലയത്തിൽ നടത്തിയിരിക്കുന്നത്. ലിറ്റർജി കമ്മിറ്റിയുടെ കൺവീനർ ഇപ്പോൾ നമ്മോടൊപ്പം സംസാരിക്കാൻ. ഏകദേശം എത്രത്തോളം എല്ലാവരും പൂർത്തിയായി അല്ലേ? ഏകദേശം 90% ഓവറാണ്. ഒരു ചെറിയ പ്രായമുള്ള കുറച്ച് ആൾക്കാർ മാത്രം സ്ട്രഗിൾ ചെയ്യുന്നത്. എന്നാലും നമ്മൾ 30-35 മിനിറ്റ് നമ്മൾ ബ്രേക്ക് ചെയ്യും. ഏകദേശം 33 മിനിറ്റായി. എത്ര വന്നാലും അത് ലോക റെക്കോർഡ് തന്നെയാണ്. ഇതുവരെ അങ്ങനെ ഒരു ലോക റെക്കോർഡ് ഇല്ല. നമ്മുടെ പുതിയ നിയമത്തിൽ മാത്രമാണ് ലോക റെക്കോർഡ്. ലിറ്റർജി കമ്മിറ്റിയാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നേതൃത്വം കൊടുത്തത്. അതിന്റെ കൺവീനറും കൂടിയാണ് അല്ലേ? എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു പ്രവർത്തനം? ആദ്യം ഒരു 2 മാസം ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നു ആൾക്കാരെ കിട്ടാനായിട്ട്. പിന്നെ നമ്മൾ വാർഡ് വൈസിൽ ഓരോ ലീഡർമാരെയും അതുപോലെ തന്നെ കോർഡിനേറ്റർമാരെയും രൂപീകരിച്ച് അവരോട് സംസാരിച്ച് നമ്മുടെ ഇനിയൊരു 50 വർഷം കഴിഞ്ഞ പോലെ ഇതുപോലെ ഒരു ബൈബിൾ എടുത്ത് വരണമെന്ന് ഞാൻ നിർബന്ധമില്ല. അപ്പം ഇത് എന്തായാലും നമ്മുടെ അടുത്ത വരും തലമുറകൾക്ക് നമ്മൾ ബാക്കി വെച്ചിട്ട് പോകുന്ന ഒരു അമൂല്യ നിധിയായിരിക്കും ഈ ഒരു ബൈബിൾ. തീർച്ചയായിട്ടും ഇപ്പൊ ഈ എഴുതി തീർക്കുന്ന ഒരു ബൈബിൾ അതൊരു 25ാമത്തെ ഒരു ജൂബിലി. അത് വേറെ എന്തൊക്കെ പ്രോഗ്രാം പറഞ്ഞാലും ഇത് മറക്കില്ല, ഒരിക്കലും മറക്കില്ല, ആരും മറക്കില്ല. കാരണം ഇത്രയും ആൾക്കാരുടെ ഇത്രയും ഒരു പങ്കാളിത്തം ഉണ്ടാകുന്ന ആദ്യമാണ് ഈ ഇടവകയിൽ ഇതുപോലെ ഒരു പങ്കാളിത്തം.
കാരണം എല്ലാവരും ഒരു എന്താ പറയുക ഇതൊരു ജീവിതത്തെ എൻജോയ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയുന്നത്. ആ ഒരു രീതിയിൽ ഒരു ലിറ്റററി ഇത്രയും അല്ലെങ്കിൽ ആത്മീയമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ബൈബിൾ എഴുതുക എന്ന് പറഞ്ഞാൽ എല്ലാം വന്ന് വായിക്കാത്ത ആൾക്കാർ ഇപ്പോൾ ബൈബിൾ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. ഇതുവരെയും ബൈബിൾ വായിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരും ഇത് എഴുതിയിട്ടുണ്ട്, ഒരു പേജെങ്കിലും എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ അത് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. ഇവരുടെ ഈ ഒരു ജൂബിലി ആഘോഷം അത് മറ്റൊരു ഇടവക അത് ഒരു റെക്കോർഡ് തീർക്കുന്ന വരെ ഈ റെക്കോർഡ് ലോകം മുഴുവൻ എന്നുമായി കടക്കുമെന്ന് തന്നെയാണ്. എന്തായാലും ഇന്ന് തന്നെ ഇവർക്ക് ഇന്ത്യ ബെസ്റ്റ് ഓഫ് റെക്കോർഡിലേക്ക് ഇടം നേടാനായിട്ട് സാധിക്കും. ഈ ഒരു ബേസ്മെന്റിലുള്ള ഏകദേശം ഒരു 100 ശിലാനം ആളുകൾ ഇപ്പോൾ എഴുതി തീർത്ത് ഏകദേശം 90% എഴുതി തീർത്തു. കുറച്ച് പ്രായമായ ആളുകളാണ് ഇപ്പോൾ എഴുതി തീർക്കാണ്ട് കുറച്ച് പേരും കൂടി ഉള്ളത് എന്നാണ് പറയുന്നത്. എങ്കിലും ബാക്കി 35 മിനിറ്റ് ഇപ്പോൾ ഇവിടെ പൂർത്തീകരിക്കാൻ ഏകദേശം ഒരു 40 മിനിറ്റോട് കൂടി തന്നെ ഇത് പൂർത്തിയാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ബൗസാപാളയ സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ കൈക്കാരനായ ബിജു ജോസഫ് നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. ഒരു വേൾഡ് റെക്കോർഡിലേക്ക് എത്തുകയാണ് അല്ലേ? ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രം ബാക്കി. എന്ത് തോന്നുന്നു? വളരെ അഭിമാനം തോന്നുന്നു. ഇതെന്നുവെച്ചാൽ ഒരു ഭയങ്കര ബൃഹത്തായ ഒരു പദ്ധതിയാണ്. ഇത്രയും ആൾ ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്ത് പേജ് നമ്പറൊക്കെ നേരത്തെ കൊടുത്ത് അവരെ കൊണ്ട് എഴുതിപ്പിക്കുക എന്നുള്ളതൊരു ഭയങ്കര ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇടവകയിൽ ഒത്തിരി ആൾക്കാർ അതിന് മുൻപോട്ട് വരികയും അത് കോർഡിനേറ്റ് ചെയ്യാൻ ഒത്തിരി വോളണ്ടിയേഴ്സ് വരികയും ചെയ്തു. അതുകൊണ്ട് നമുക്കത് സാധിക്കുമെന്നാണ് ഇപ്പം തീരാറാവുന്നു. ഉടനെ അത് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷ. എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ഹാളിൽ നിരവധി പേര് എഴുതി കഴിഞ്ഞായിട്ട് കൈ പൊക്കുന്നുണ്ട് അല്ലേ? കഴിയുമ്പോഴാണ് കൈ പൊക്കുന്നത്. കുറച്ച് പേര് എഴുതി, ഇനി എത്രത്തോളം പേര് എഴുതി തീരാനുണ്ട് കൂടുതൽ? എന്തായാലും ഇനി ഒരു 6 മിനിറ്റ് കൂടി ഉണ്ട്, അതിനുള്ളിൽ തീരും. ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ എഴുതി തീർന്നവരെ, ഇപ്പോൾ വളരെ സ്ലോ ആയി എഴുതുന്നവരെ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി തീർന്നവരെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയും ഒരു ചെറിയൊരു സമയം എക്സ്ട്രാ ആയാലും കംപ്ലീറ്റ് ചെയ്യും ഉടനെ തന്നെ. 30 മിനിറ്റിൽ അല്പം കൂടിയാൽ, ഒരു 10 മിനിറ്റ് കൂടിയാൽ പോലും അതൊരു വേൾഡ് റെക്കോർഡ് തന്നെയാണ് അല്ലേ? അതെ, ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളത് 1.5 മണിക്കൂറിൽ പുതിയ നിയമം മാത്രം എഴുതിയെന്നുള്ളതാണ്. അതുകൊണ്ട് 10 മിനിറ്റോ 15 മിനിറ്റോ കൂടിയാലും അതൊരു വേൾഡ് റെക്കോർഡ് തന്നെ ആയിരിക്കും. ഇപ്പോൾ 1200 അല്ലെ 1300 ആൾക്കാരാണ്, 300 ആളുകളുണ്ട്. അത് 3 സ്ഥലങ്ങളിലായിട്ടാണ് അല്ലേ? ഈ ഒരു കൈക്കാരൻ നിലയ്ക്ക് ഇത്രയും പേരെ കോർഡിനേറ്റ് ചെയ്യാനും ഇതിന്റെ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ കൂടി എല്ലാ കാര്യങ്ങളും നോക്കാനും അറേഞ്ച്മെന്റ്സും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? എങ്ങനെയായിരുന്നു ആ ഒരു സമയമൊക്കെ? നമ്മൾ ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി കൊടുത്തു. അപ്പോൾ ഓരോരുത്തരും ആ റെസ്പോൺസിബിലിറ്റി എടുത്തവർ അത് വളരെ കൃത്യമായിട്ട് ചെയ്തു. കമ്മിറ്റി ഹെഡ് ചെയ്യാൻ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു കോർഡിനേഷൻ വളരെ ഇതാണ്. എല്ലാവർക്കും പേപ്പർ ചെയ്ത് പേജ് നമ്പറാണ് സെലക്ട് ചെയ്ത് കൊടുത്തു. അത് ഒത്തിരി ആൾക്കാരുടെ എഫേർട്ടാണ്. ജൂബിലി അത് അല്ലേ, മറക്കാത്തൊരു റെക്കോർഡ് പോലെ ജൂബിലി എത്ര വർഷം കഴിഞ്ഞാലും ഈ ഒരു 25ാമത്തെ ജൂബിലി മാറും ഈ ദേവാലയത്തിന്റെ അല്ലേ? അതെ, അതൊരു വലിയ അഭിമാനമാണ്. അതുകൊണ്ടാണ് ഈ ഒരു സംരംഭം നമ്മൾ ചെയ്തത്. എപ്പോഴും ഒരു ഭയങ്കര സന്തോഷവും അഭിമാനവും ഉള്ള ഒരു കാര്യമാണ്. ഓക്കെ. എഴുതിയായിരുന്നോ? ഒരു പേജ് എഴുതി. ഒരു ചാപ്റ്റർ സെക്കൻഡ് കിങ്സ്, രാജാക്കന്മാരുടെ 2ാം പുസ്തകം 13ാം അധ്യായമാണ് എഴുതിയത്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഇതിനേക്കാളുപരി ഒരു റെക്കോർഡിനേക്കാളുപരി എനിക്ക് തോന്നുന്നത് ഇത്രയും പേര് 1400ഓളം ആളുകൾ ഒരുമിച്ച് ഒരു ഇടവക മുഴുവനും, അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ കുടുംബക്കാരെല്ലാവരും കൂടെ ഒരു ഇത്രയും ഒരുമിച്ച് ചേർന്ന് വചനം എഴുതി എന്ന് പറയുന്നത് വലിയൊരു അഭിഷേകമാണ്. അത് ഈ ഇടവകയ്ക്ക് അഭിഷേകമാണ്, ആ കുടുംബത്തിന് അഭിഷേകമാണ്, വ്യക്തികൾക്ക് അഭിഷേകമാണ്. മാത്രമല്ല അവരെ എന്ത് കാരണവശാലും ഒരു പേജെങ്കിലും വായിച്ച് കാണും ബൈബിള്. അത് വലിയൊരു അനുഭവമാണ്. അത് ചിലപ്പോൾ നമുക്ക് ഈസിയുള്ള ബൈബിൾ വായിക്കാൻ എളുപ്പമാണ്. പ്രത്യേകിച്ച് പുതിയ നിയമമൊക്കെ വായിക്കാൻ എളുപ്പമാണ്. പഴയ നിയമം ചില പുസ്തകങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിക്കാം, പക്ഷേ ചില ഭാഗങ്ങൾ വായിക്കാൻ പാടായിരിക്കും. പക്ഷെ അതുപോലും അവർ വായിച്ചിട്ടുണ്ടാവും. അത് വലിയൊരു അനുഗ്രഹമാണ്. ഇതൊരു നല്ലൊരു അനുഗ്രഹമായിട്ട് എനിക്കും തോന്നുന്നു ഇവരുടെ കൂടെ എഴുതാൻ പറ്റിയത്. അതുപോലെ തന്നെ ഇത് ഓർഗനൈസ് ചെയ്ത ടോണിയച്ചൻ, അതുപോലെ വികാരിച്ചൻ, സുബിനച്ചൻ, അവരെല്ലാം കമ്മിറ്റിക്കാരെയൊക്കെ പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യണം. താങ്ക് യു. എന്തായാലും അച്ഛൻ പറഞ്ഞ പോലെ തന്നെ വചനത്തിന്റെ വലിയൊരു ഉത്സവമാണ് ഇന്ന് ഈ ഒരു ഇടവകയിൽ നടക്കുന്നത്. എഴുതി കഴിഞ്ഞു അല്ലേ? സന്തോഷമാണോ? സന്തോഷമായി. എന്ത് തോന്നുന്നു? അനുഭവം എന്താ പറയാനുള്ളത്? നല്ല അനുഭവം. ഇതിനു മുമ്പ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ ബൈബിൾ എഴുതുന്നതിലും? ഞാൻ സാധാരണ എഴുതാറുണ്ട് ബൈബിള്. ന്യൂ ടെസ്റ്റ്മെന്റ് കഴിഞ്ഞു. ഇപ്പൊ ഈസിയാണ്. എന്ത് തോന്നുന്നു? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും എഴുതണമെന്ന് തോന്നുന്നു. ഇതുപോലെ ആദ്യമായിട്ടാണ് ഇതിന് പങ്കെടുത്തത്? ഞാൻ ഫസ്റ്റ് ടൈം. എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. ഒരു ദൈവാനുഭവമാണെന്ന്. ഇതൊരു ദൈവാനുഭവം തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത്. ഇതിനു മുമ്പ് എഴുതിയൊക്കെ നോക്കിയായിരുന്നോ? വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തായിരുന്നു. എഴുതുന്ന സമയത്ത് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ സമയത്തിന് മുന്നേ എഴുതി തീർക്കാൻ പറ്റും. അരമണിക്കൂറിനുള്ളിൽ തീർന്നാ? 28 മിനിറ്റിനുള്ളിൽ. ഹാപ്പിയാണ് അല്ലേ? ഓക്കെ മക്കളെ, നിങ്ങൾ എഴുതി
അതെ. അല്ല, എത്ര മിനിറ്റ് കൊണ്ട് എഴുതി തീർത്തേ? നല്ലതായിരുന്നു. നല്ലതായിരുന്നു. എത്ര നേരം പിടിച്ച്? 30 മിനിറ്റ് കഴിഞ്ഞാ? ഇല്ല, 14 സെക്കൻഡ് ടൈമർ മുമ്പ് ഞാൻ തീർത്തു. ടൈമർ തീർത്തു വെച്ചല്ലേ? ആദ്യമായിട്ടാണോ എഴുതുന്നത്? ആദ്യത്തെ ഇങ്ങനെ എഴുതുന്നത് ആദ്യമായി. എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ ആയിരുന്നു. ഇതിനു മുമ്പ് വായിച്ചൊക്കെ ഒരുങ്ങിയായിരുന്നോ? ഒരുങ്ങിയായിരുന്നോ? അതെനിക്കറിയാം, വായിച്ചു നോക്കി. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസസ് ആണ്. ബിക്കോസ് ദ ചർച്ച് സിൽവർ ജൂബിലി വി ആർ സെലിബ്രേറ്റിംഗ് വിത്ത് ബൈബിൾ. ഓക്കെ, എന്താണ് പറയാനുള്ളത്? എഴുതി തീർത്തോ? 30 മിനിറ്റുള്ളിൽ തീർത്തു. ആദ്യമായിട്ടാണ് ഇങ്ങനെ നിങ്ങൾ എഴുതുന്നത്? മുന്നേ ഇതിനു മുമ്പ് ഏതെങ്കിലും എഴുതിയിട്ടുണ്ടോ ബൈബിൾ? ന്യൂ ടെസ്റ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എഴുതുന്നത്. വായിച്ചു നോക്കിയായിരുന്നോ? അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? നല്ല അനുഭവം. എന്താ പറയാനുള്ളത്? തിരിഞ്ഞിക്കണത് എന്താ പറയാനുള്ളത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എഴുതി തീർത്തു. ഗിവൻ ടൈമിന്റെ മുമ്പ് തന്നെ എഴുതി തീർത്തു. ഒരുക്കങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഒരുക്കങ്ങള് ഒരു ദിവസം മുമ്പ് 4-5 പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വേഗം എഴുതാൻ പറ്റി. ഓക്കെ, എന്തായാലും വലിയ സന്തോഷം. എല്ലാവരും, കുട്ടികളും മുതിർന്നവരും യുവജനങ്ങളും എല്ലാവരും തന്നെ വളരെ സന്തോഷത്തിലാണ് ഈ ബൈബിൾ എഴുതിച്ച്. ചേച്ചി എന്ത് പറയുന്നു? ഹാപ്പിയാണോ? I can speak in English. I was very happy to take part in this. I have also in my church, Holy Ghost Church, I've written cover to cover the Bible. And I think I was the first person to finish here and I helped one more person. I was very happy. Thank you. Okay. അച്ഛനും കൂടി ബൈബിൾ എഴുതാനുണ്ടായിരുന്നു. അച്ഛൻ എങ്ങനെ തോന്നി ഈ ഒരു അനുഭവം? ഇത് ഒത്തിരി നല്ലൊരു അനുഭവമായിരുന്നു. കാരണം നമ്മൾ സ്ഥിരം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്ന ബൈബിള് ഒരുമിച്ച് എല്ലാവരും കൂടി ഒരു റെക്കോർഡിൻ്റെ ഭാഗമായിട്ട് എഴുതി തീർക്കുക എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയല്ലേ. കാരണം ഇതെല്ലാവരും കൂടെ വരുന്നു, ഒരു വളരെ ഉത്സാഹത്തോടും ആവേശത്തോടും കൂടി എഴുതി തീർക്കുന്നു. എല്ലാവരും ഒരേ മനസ്സോടെ അങ്ങ് എഴുതുന്നു. ഇറ്റ് വാസ് വെരി നൈസ്. 30 മിനിറ്റുള്ളിൽ തീർത്തായിരുന്നു അച്ഛൻ്റെ? എൻ്റെ 31 മിനിറ്റിനാണ് തീർന്നത്. 1 മിനിറ്റ് എഴുതി നോക്കിയായിരുന്നോ? എനിക്ക് കിട്ടിയ പോർഷൻ്റെ ഞാൻ പകുതിയോളം ഞാനൊന്ന് എഴുതി നോക്കി എന്തുമാത്രം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് എഴുതി പ്രാക്ടീസ് ചെയ്തില്ല, ബട്ട് ഐ ഡിഡ്. ഈ ഇടവകയുടെ കുട്ടികൾ മുതൽ മുതിർന്നവർ വലിയൊരു വചനത്തിന്റെ ഉത്സവമായിരുന്നു അല്ലേ ഈ ഒരു 35-40 മിനിറ്റ് എന്ന് പറയുന്നത്? ഇത് ഭയങ്കരമായിട്ടൊരു പ്രിപ്പറേഷൻ, ഒത്തിരി ഹാർഡ് വർക്ക് ഉണ്ട് ഇതിൻ്റെ പുറകിലെ. അപ്പോൾ അച്ഛനും വികാരിച്ചനും കമ്മിറ്റിക്കാരും എല്ലാവരുടെ കൂടി പ്രായക്കാർക്കൊക്കെ ബൈബിളിൻ്റെ ആ പോർഷൻ നേരത്തെ കൊടുത്ത് അവരെഴുതി പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ 5 പ്രാവശ്യമൊക്കെ എഴുതി പ്രാക്ടീസ് ചെയ്ത് 30 മിനിറ്റിനകം തീർക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്തവരെയൊക്കെ അറിയാം. അപ്പം കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയൊരു പരിപാടിയാണിത്. സോ ഇറ്റ് വാസ് സോ നൈസ്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്, വളരെ ആവേശത്തിലാണ്. എല്ലാവരും ഇത് തീർത്തു. ഇതൊരു റെക്കോർഡാണ്, ഉറപ്പാണ്. സോ ഇറ്റ് വാസ് വണ്ടർഫുൾ. എന്തായി? എത്ര മിനിറ്റ് കൊണ്ട് എഴുതി തീർത്തു? ഞാനൊരു 29 മിനിറ്റ്സിൽ എഴുതി തീർത്തു. 29. ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഇതിനു മുമ്പ് വായിച്ചൊക്കെ ഒരുങ്ങിയായിരുന്നു? എഴുതി നോക്കിയായിരുന്നോ? ഇന്നലെ നോക്കി. എഴുതി നോക്കിയായിരുന്നു. എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങളുണ്ടോ ഇങ്ങനെ ബൈബിൾ എഴുതി റെക്കോർഡിന്റെ ഭാഗമാവുന്നു? ആക്ച്വലി ഞാൻ ഭയങ്കര ഒരു സ്ലോ റൈറ്റർ ആയിരുന്നു. പക്ഷേ ലൈക്ക് 1 വീക്ക് ആയിട്ട് എന്നും പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് എഴുതാൻ പറ്റി. അങ്ങനെ അതന്നെ. ഓക്കെ, എന്തായാലും കുട്ടികളും എല്ലാവരും തന്നെ വലിയ സന്തോഷത്തിലാണ്. എന്ത് പറയുന്നു? wonderful experience ആയിരുന്നു. I mean, this kind of an opportunity ഞാനാണെന്നുണ്ടെങ്കിൽ I came at the last moment. So there was one person who actually opted for 2 papers and she was not in a position to actually write the second paper. That's when I got this opportunity. I'm really glad I was able to contribute for this. If there's any other churches who's actually doing these kind of activities, everybody will have to participate. It gives a one-time opportunity and it is a lifetime opportunity. I thoroughly enjoyed. It's been a while that I've been writing papers like this. It's during my college days is where I've actually done this. But now it gave me a lot of exposure. It gave me a lot of joy to do this first and foremost. So thank you to my parish, right? To my parish priest. I would like to convey my thanks, my heartful gratitude to him, right? Even though I was the last person to enter the hall and do this, but I was able to complete it on time. Okay, thank you. എല്ലാവരും വലിയൊരു ഉദ്യമത്തിൽ പങ്കാളിയാകാൻ സാധിച്ചു എന്നതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ രീതിയിൽ സന്തോഷമുണ്ട്. എന്ത് പറയുന്നു മോളെ? നല്ലതായിരുന്നു. 30 മിനിറ്റിൽ തീർത്തോ? ചേച്ചി എന്ത് പറയുന്നു? ഗുഡ് എക്സ്പീരിയൻസ്. നല്ല എക്സ്പീരിയൻസ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ബൈബിളൊക്കെ എഴുതുന്നത്? ബൈബിൾ അല്ലാതെ എഴുതിയിട്ടുണ്ട്, ടൈമർ വെച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് എഴുതുന്നത്. Super experience. Yeah, it was nice. Could help somebody around. So good. മോനെ എന്താണ് പറയാനുള്ളത്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. ദാറ്റ് വി ആർ ട്രൈങ് ടു ബ്രേക്ക് എ വേൾഡ് റെക്കോർഡ്. അത് നല്ല എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ബൈബിളൊക്കെ എഴുതുന്നത് സമയം വെച്ച്?
അല്ലേ? വായിച്ചൊക്കെ നോക്കിയായിരുന്നോ? ആ, ഒരു പ്രാവശ്യം വായിച്ചു നോക്കി. ആർക്ക് ഈ ബൈബിളിനോട് ഒരു കണക്ഷൻ ഇല്ല, ഈ റെക്കോർഡ് ഇതിൽ അവർക്കൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവും. ഇതുവരെ അങ്ങനെ വലിയ കണക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, എപ്പോഴാണ് അല്ലേ? ഓക്കെ, എന്തായാലും നന്ദി. ഇതിനു മുമ്പ് ബൈബിൾ അധികം വായിച്ചിട്ടില്ല എന്ന് പറയണ്ടോ? എഴുതിയേ ഇതിനു മുമ്പ് വായിച്ചിട്ടില്ല, പക്ഷേ ഈ ഒരു റെക്കോർഡിന് വേണ്ടിയായാലും അവരത് വായിച്ചു, അതിന് വേണ്ടി ഒരു കണക്ഷൻ കിട്ടി എന്നൊക്കെയാണ് പറയുന്നത്. പറയാണ്ടോ എന്തെങ്കിലും? ഹാപ്പിയാണോ? എഴുതി എന്താണ് പറയാനുള്ളത്? എഴുതിയിരുന്നു. ഇതൊരു നല്ലൊരു അവസരമാണത്. എന്തായാലും ഇതുപോലെ നോക്കാത്ത ചില പേജുകളൊക്കെ നോക്കാൻ പറ്റി. എന്തായാലും അങ്ങനെ കൗണ്ട് ഡൗൺ സ്റ്റോപ്പ് ചെയ്തിരിക്കണം. അവസാനത്തെ ആളും ഈ ഒരു സമ്പൂർണ്ണ ബൈബിൾ എഴുതി പൂർത്തിയാക്കിയിരിക്കുന്നു. 46 മിനിറ്റ് 38 സെക്കൻഡിലാണ് കൗണ്ട് ഡൗൺ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് വേൾഡ് റെക്കോർഡിൽ തന്നെയാണ് ഈ 46 മിനിറ്റ് എന്ന് പറയുന്നത്. 30 മിനിറ്റ് ഇവർ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ 16 മിനിറ്റ് അധികം സമയത്തോടുകൂടെയാണ് ഈ ഒരു ബൈബിൾ സമ്പൂർണ്ണ ബൈബിൾ എഴുതി പൂർത്തിയാക്കാനായിട്ട് ഈ ഒരു സെൻറ്റ് ജോസഫ് ബാബു സാഹിബ് പാളയ ദേവാലയത്തിന് സാധിച്ചത്. 1300-നടുത്ത് ആളുകൾ ഒരു 46 മിനിറ്റ് കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ പകർത്തി തങ്ങളുടെ കൈകൾ കൊണ്ട് പകർത്തി എഴുതി ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു മഹനീയ കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാനുള്ളത്. എന്ത് പറയുന്നു? സന്തോഷമായിരിക്കുന്നു? Yeah, it was a good experience. After many days we are writing because we are working in laptop all the time, but it was a really good experience. എഴുതിയതല്ല? ഓക്കെ, എന്തായാലും വലിയൊരു ചരിത്രം, അതായത് ലോക റെക്കോർഡാണ് ഇപ്പോൾ ഇവിടെ നേടിയിരിക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് ലഭിക്കുന്നത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ആണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. അതിൻ്റെ ഇൻവിജിലേറ്റേഴ്സ് ഇവർ വരുന്നു. ഇനി ഇവർ എഴുതിയത് എല്ലാം കൂടി അവർ പരിശോധിച്ച് ഇതൊരു വലിയൊരു ബുക്കിലേക്ക്, ചട്ടയുടെ ഉള്ളിലേക്ക് മാറ്റി അതൊരു ബൈബിൾ ആക്കി മാറ്റുന്ന ഒരു ഇതിലേക്കൂടെയാണ് ഇനിയിപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. എന്തായാലും എഴുതി കഴിഞ്ഞവരെല്ലാവരും തന്നെ പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ്. എന്ത് പറയുന്നു? നന്നായിരുന്നു. ആദ്യമായിട്ടാണോ ബൈബിൾ എഴുതുന്നത്? ബൈബിൾ ആദ്യമായിട്ട് എഴുതുന്നത്. സമയം വെച്ച് എത്ര മിനിറ്റ് കൊണ്ട് തീർത്തു? ഞാൻ 40 മിനിറ്റ്സ് എടുത്തു. 40 മിനിറ്റ്. ഓക്കെ, എന്ത് പറയാനുള്ളത്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 30 മിനിറ്റിൽ തന്നെ തീർത്തു. 30 മിനിറ്റിൽ തന്നെ തീർത്തു. എത്ര മിനിറ്റ് കൊണ്ട് തീർത്തു? 25 മിനിറ്റ്സ്. 25 മിനിറ്റ്സിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. Really a nice experience and very inspiring. Okay. Thank you. Okay. എന്ത് ബ്രദേഴ്സ് ആണോ? ഡീപോൾ കെങ്കേരിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ എഴുതാനായിട്ട്? എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? ഇതൊരു വളരെ ദൈവിക അനുഭവമായിട്ട് ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടിയത് ഞങ്ങൾക്ക് സന്തോഷം, ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ. അപ്പോൾ ഒരുക്കിയ ലോഗോസിനും സെന്റേഴ്സിനും വിൻസിസ് കോൺഗ്രസിനും നന്ദി പറയുന്നു. താങ്ക് യു. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ മൊത്തം 41 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 41 പേരും ഇതിനൊരു പങ്കാളിയായതിൽ വളരെ സന്തോഷം, അഭിമാനം തോന്നുന്നുണ്ട്. ദൈവത്തിന് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും എല്ലാവരും തന്നെ പങ്കെടുത്തവരെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഹാപ്പിയാണ്? Happy, so much happy. Thank you. Very happy to write this. Is a good opportunity we got. Something specially. ഓക്കെ. എന്തായാലും ഇപ്പോൾ എല്ലാവരും തന്നെ പൂർണ്ണമായി ഈ ഒരു ബൈബിൾ എഴുതി പൂർത്തിയാക്കി ഇപ്പോൾ അതത് മേഖലയിൽ നിന്ന് അവർ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അടുത്ത ഇനി പ്രോഗ്രാമിലേക്ക് ഇത് ബൈബിൾ ആക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് നമുക്ക് ഇനി അടുത്ത് കിടക്കാം. എൻ്റെ പിന്നിൽ ഇപ്പോൾ ഈ കാണുന്ന ആളുകളെല്ലാവരും ഈ ഒരു വചനത്തിൻ്റെ വലിയൊരു ഉത്സവത്തിൽ പങ്കെടുത്ത ഒരു ജനസാഗരമാണ്. ഏകദേശം 1300ഓളം ആളുകൾ ഈ ഒരു ഇടവകയുടെ 3 ഹാളുകളിലായി, ദേവാലയത്തിലടക്കം ഹാളുകളായി എഴുതി 46 മിനിറ്റ് കൊണ്ട് അവസാനത്തെ ആളും എഴുതി പൂർത്തിയാക്കിയ ഒരു വേൾഡ് റെക്കോർഡാണ് ഇപ്പോൾ ഇവിടെ നേടിയിരിക്കുന്നത്. എന്തായാലും എന്നോടൊപ്പം ജോൺ കൊല്ലക്കാട്ടിൽ അച്ഛൻ ചേരുകയാണ്. അച്ഛാ, എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തെ കാണുന്നത്? ഇത് വചനത്തിലേക്ക് ആളുകളോടുള്ള താല്പര്യമാണ് ഇപ്പോൾ കണ്ടത്. കാരണം ഇത് എഴുതാൻ വേണ്ടി വന്നവരല്ലാഞ്ഞിട്ട് കൂടി ഇത് കണ്ട് അതിനോട് താല്പര്യത്തിലേക്ക് വന്നു. അപ്പം വീണ്ടും നമുക്ക് ഉറപ്പിക്കാം, വചനത്തിനോട് ജനത്തിന് താല്പര്യമുണ്ടെന്നും ദൈവവചനം ആളെ കൂട്ടുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. ഈ ഉത്സവത്തിലേക്ക് പങ്കെടുക്കാൻ സാധിച്ചാലും ഭാഗവാക്കാകാൻ സാധിച്ചാലും ഒത്തിരി സന്തോഷം. നിയോഗം വെച്ച് സമർപ്പിച്ചാണ് എഴുതിയിരിക്കുന്നത്. ദൈവവചനം ജീവിതത്തിൽ അനുഗ്രഹം ചൊരിയുന്നു വിശ്വസിക്കുന്നു. അത് ഉറപ്പായിട്ടും ഈ ജനസമൂഹം അതിൻ്റെ സാക്ഷിയുമാണ്. എനിക്ക് തോന്നുന്നത് ഈ ഇടവകയുടെ ആൾക്കാർ മാത്രമല്ല, അല്ലാണ്ട് ഇത് അറിഞ്ഞ് കണ്ടവർ പോലും ഒരു എന്താ പറയുക, ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനൊരു ഭാഗമാകാം എന്നൊരു തീക്ഷ്ണതയോടുകൂടി വന്നവരുണ്ട്. കണ്ടതിൽ കൂടുതലും ഇടവക്കാരാണെങ്കിലും ഇവിടെ വരാൻ സാധ്യത ഇല്ലാതിരുന്നിട്ട് കൂടി ഇതിനുവേണ്ടി ദൂരേന്ന് നാട്ടിൽ ഇവിടെ ഇല്ലായിരുന്നിട്ട് കൂടി നാട്ടിൽ നിന്നൊക്കെ വന്ന് എഴുതിയിരിക്കുന്നവരെ കണ്ടു. അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പം അതിൻ്റെ ഭാഗമായിട്ട്
ആ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് തീരുവാനായിട്ട് ആളുകൾ സമയം കണ്ടെത്തി വന്നു എന്നുള്ളതാണ് മറ്റൊരു സ്ഥലത്തും കാണാത്തതിലധികമായിട്ട് ജനങ്ങളുടെ ദൈവജനത്തിൻ്റെ സാന്നിധ്യവും അവരുടെ പാർട്ടിസിപ്പേഷനും ഇതിനുണ്ടായിരുന്നു. സിസ്റ്ററിന്റെ പേരെന്താണ്? എൻ്റെ പേര് സിസ്റ്റർ മേഴ്സീന. ഞാനിവിടെ MSC കോൺവെൻറ്റ് സുപ്പീരിയർ ആണ്. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞങ്ങൾ 4 സിസ്റ്റേഴ്സ് എഴുതി. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയ ടെൻഷനുണ്ട് എഴുതി തീരുമെന്ന്. പക്ഷേ എഴുതി തീർന്നു. പ്രത്യേകിച്ച് എനിക്കൊരു ചെറിയൊരു സൗഖ്യം കിട്ടി. എൻ്റെ വിരലിങ്ങനെ മടങ്ങുകയല്ലായിരുന്നു. അപ്പോൾ എഴുതി പോയപ്പോൾ മടങ്ങിയുണ്ടോ ശരിക്കും കുറേ വർഷം ഇങ്ങനെ ഇരിക്കും. നെർവിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റുമോയെന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മടങ്ങി. ഇത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അത്ഭുതം ഞാൻ കണ്ടു. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞങ്ങളുടെ ഈ ഇടവകയിൽ ഇപ്പം മുറ്റത്തേക്ക് നോക്കിയേ എല്ലാവരുടെ മുഖത്ത് സന്തോഷമാണ്. ഒരു സ്വർഗീയ സന്തോഷം ഞാൻ അനുഭവിക്കുക. ഞങ്ങളുടെ ഇടവക ജനങ്ങൾ ഇത്രയും സന്തോഷത്തിൽ, എല്ലാവർക്കും ടെൻഷനുണ്ടായിരുന്നു. പക്ഷേ എഴുതി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ആഘോഷം. ഒരു പെരുന്നാളിനേക്കാൾ വലിയ സന്തോഷത്തിലിരിക്കുന്നു. ഒത്തിരി സന്തോഷം. ഈ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളുടെ ഇടവക നിറഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഞാൻ ഒരുപാട് കൊച്ചു കുട്ടികൾ മുതൽ അല്ല എഴുതാൻ അറിയുന്നവർ മുതൽ പ്രായമായവർ ഒരു എഴുത്ത് ഒരു പക്ഷെ ഒരു വായിക്കായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ മൊബൈലിലൊക്കെ നോക്കി. പക്ഷേ ബൈബിൾ എഴുതൽ ഇപ്പോൾ ആൾക്കാർ കുറവായിരിക്കും, അല്ലെങ്കിൽ വചനം എഴുതൽ കുറവായിരിക്കും. ഇതിലൂടെ അതിനകത്തേക്ക് ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ഇതിനകത്തേക്ക് കൂടി ഒരു അനുഭവം കൂടി അവർക്ക് ലഭിച്ചിരിക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. കാരണം പലരും പറഞ്ഞ വർഷങ്ങളായിട്ട് എഴുതാറില്ലെന്ന്. പക്ഷേ ഒരു 10-15 പ്രാവശ്യം എഴുതി പ്രാക്ടീസ് ചെയ്ത അമ്മച്ചിമാരൊക്കെ കൂടെ ഉണ്ട്, പിന്നെ കുട്ടികളും. അപ്പോൾ അവരതെല്ലാം ഈ വചനത്തിലേക്ക് ഭയങ്കര ഒരു അടുപ്പം കിട്ടി. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടി വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇടവകയിൽ എല്ലാവരും ഇനി കൂടുതൽ ഇതിൽ സംബന്ധിക്കുന്നുള്ള വലിയൊരു മറക്കാനാവാത്ത ഒരു ജൂബിലി ആഘോഷമായി മാറി. തീർച്ചയായിട്ടും. ഓക്കെ സിസ്റ്റർ, താങ്ക് യു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇടവകയുടെ ചുറ്റുമുള്ള ഈ ഒരു സന്തോഷം, ഈ ഒരു നമ്മൾ കാണുന്നത് ഈ ആളുകളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് അവർ സംസാരിക്കുന്നതും കാര്യങ്ങളും എല്ലാം ഇതിൽ നിന്ന് ലഭിച്ച ഒരു അനുഭവം. അരമണിക്കൂർ കൊണ്ട് എഴുതി തീർത്തവർ ഒരുപാട് പേരുണ്ട്. എങ്കിലും ഏറ്റവും അവസാനത്തെ വ്യക്തി 46-ാമത്തെ മിനിറ്റിൽ ഈ ബൈബിൾ പൂർണ്ണമായി എഴുതി തീർത്തുകൊണ്ട് തന്നെ ഈ ഒരു റെക്കോർഡിനേക്കാൾ ഉപരി ഇത് വലിയൊരു ദൈവിക അനുഭവമായിട്ടാണ് ഈ ഒരു ജനം മുഴുവൻ കാണുന്നത്. ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിന്റെ ഒഫീഷ്യൽസ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുകയാണ്. ഒരു റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് അല്ലേ? 46 മിനിറ്റിലാണ്. എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാം? ഇന്നിവിടെ സെൻറ്റ് ജോസഫ് ചർച്ച്, ഇവിടെ ബാംഗ്ലൂരിലുള്ള സെൻറ്റ് ജോസഫ് ചർച്ച്, ഇവിടെ ഇടവകാംഗങ്ങൾ അവരുടെ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് സമ്പൂർണ്ണ ബൈബിളിൻ്റെ കോപ്പി അവർ സ്വന്തം കൈകൾ കൊണ്ട് എഴുതി തയ്യാറാക്കിയിരിക്കുകയാണ്. 1280 പേര് ചേർന്ന് 46 മിനിറ്റ് 38 സെക്കൻഡ് കൊണ്ടാണ് ഈ മഹാവിസ്മയം തീർത്തിരിക്കുന്നത്. ഈ ഇടവകയിലെ ജനങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ അഭിവാദ്യങ്ങളും നേരുകയാണ്. തീർച്ചയായും ഇത് അനേകരെ പ്രചോദിപ്പിക്കും. വളരെ പേർ ഇടവകകളിൽ ഇത് ആവർത്തിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഇത് വലിയൊരു നേട്ടമായിട്ട് ഞങ്ങൾ വിലയിരുത്തുന്നു. ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിൽ ഇതിങ്ങനെ ആദ്യമാണല്ലോ. ഇത് വേൾഡ് റെക്കോർഡിലും ഇത്തരത്തിൽ ഇത് ഫസ്റ്റ് ടൈം. ഇത് വാസ്തവത്തിൽ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സമ്പൂർണ്ണ ബൈബിൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എഴുതി തീർക്കുന്നത്. പുതിയ നിയമം മാത്രമായിട്ട് ചെയ്തിട്ടുള്ള റെക്കോർഡ് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിലുണ്ട്. പക്ഷേ ഇത് സമ്പൂർണ്ണ ബൈബിൾ ആദ്യമായിട്ടാണ്. പുതിയ നിയമം എത്ര മണിക്കൂർ കൊണ്ടാണ് എഴുതി തീർത്തത്? 2 മണിക്കൂർ കൊണ്ടാണ്. 300 പേര് 2 മണിക്കൂർ കൊണ്ടാണ്. അത് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ അതിരൂപതയിലെ മുക്കാട്ടുകര ഇടവകയിലാണ് സംഭവം. അവിടെയാണ് ഇപ്പോൾ ബാംഗ്ലൂരിലുള്ളത്. 3/4 മണിക്കൂർ കൊണ്ട് 46 മിനിറ്റ് കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ എഴുതിയിരിക്കുന്നു. അതാണ്. ഓക്കെ, എന്തായാലും താങ്ക് യു. തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഉള്ളത് 2 മണിക്കൂർ കൊണ്ടാണ്, അതും പുതിയ നിയമം മാത്രം എഴുതി തീർത്തു. തൃശ്ശൂരുള്ള ഒരു ദേവാലയം, അവിടെയാണ് ഇപ്പോൾ ബാംഗ്ലൂർ ബാബുസാഹിബ് ദേവാലയം വലിയൊരു ലോക റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നത്. 46 മിനിറ്റ് 38 സെക്കൻഡ് കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ അത് പൂർണ്ണമായി അവർ എഴുതി തീർത്തിരിക്കുകയാണ്. ഇത് ലോക റെക്കോർഡ് തന്നെ എന്നാണ് ഇപ്പോൾ ഈ നിമിഷം ഇവിടെ പറയാനുള്ളത്. നമുക്കറിയാം, ഈ ഒരു ജൂബിലിയോടനുബന്ധിച്ചാണ് ഈ ഒരു റെക്കോർഡ് ഈ ഒരു ഇടവക ഇപ്പോൾ കുറിച്ചിരിക്കുന്നത്. ജൂബിലിയുടെ ജനറൽ കൺവീനർ ആണ് മാത്യു അലൻ. എന്തു പറയുന്നു? വളരെ സന്തോഷമുണ്ട്. നമ്മൾ ബൈബിളിലെ മത്തായിയുടെ സുവിശേഷത്തിലെ ആകാശവും ഭൂമിയും പോകും, എന്നാൽ നിന്റെ വചനം എന്ന് നിലനിൽക്കുമെന്നുള്ള
ആ വചനം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഇതൊരു തലമുറയുടെ കൈമാറ്റമാണ്. നമുക്കറിയാം ഇന്ന് മൊബൈലും അതേപോലെ തന്നെ കമ്പ്യൂട്ടറും മാത്രം എഴുതുന്നതിന് ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ പുതിയ തലമുറയെ കയ്യെഴുത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു പരിപാടിയും കൂടിയാണിത്. തീർച്ചയായിട്ടും 7 വയസ്സ് തൊട്ട് 80 വയസ്സ് വരെയുള്ള ആൾക്കാർ ഈ വചനം എഴുതുന്നതിൽ പങ്കെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ സംസ്കാരം അവരിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിച്ചു. 1300 കൈകൾ, ഏകദേശം 46 മിനിറ്റ് എന്തുകൊണ്ട് ഏകദേശം 1680 പരം പേജുകൾ എഴുതി തീർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രമകരമായ ഒരിതാണ്. ഈ ഇടവക ജനങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത്. തീർച്ചയായിട്ടും സഭാചരിത്രത്തിൽ ഇത് എന്നും ഒരു എഴുതച്ചേർക്കപ്പെടേണ്ട ഒരു ദിവസമായിട്ട് മാറും. തീർച്ചയായിട്ടും ഞങ്ങളത് സാധിച്ചെടുത്തത് ഈ കൂട്ടായ്മയുടെ ഒത്തായ പരിശ്രമത്തിൻ്റെ ഭാഗം കൊണ്ട് മാത്രമാണ്. ഏകദേശം 1 മാസത്തോളം ഞങ്ങൾ ഇതിന് മുന്നിൽ പ്രവർത്തിച്ചു. ഇതിന് മുന്നിൽ ഇതിൻ്റെ കൺവീനർ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഞങ്ങളുടെ വികാരിയച്ചൻ, അസിസ്റ്റന്റ് വികാരിയച്ചൻ, അങ്ങനെ കൂട്ടായ ഒരു പരിശ്രമം. ഏകദേശം 100-150 പരം വോളണ്ടിയർമാർ. ആ പരിശ്രമം ആണ് ഇത് നമ്മളെ ഈ സ്ഥിതിയിൽ നമ്മളെ എത്തിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചത്. തീർച്ചയായിട്ടും ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു വിശ്വാസ പ്രഘോഷണമാണ്. നമ്മൾ ബൈബിൾ എഴുതുക എന്ന് പറയുന്ന ഒരു വിശ്വാസ പ്രഘോഷണം തന്നെയാണ്. അപ്പം നമ്മുടെ ആൾക്കാർക്ക് ഈ പ്രഘോഷണമാണ് സാധിച്ചത്. അപ്പം അവർ ആ സമയം കൊണ്ട് അവരുടെ വിശ്വാസ പ്രഘോഷണം നമ്മുടെ ലോകത്തെ അറിയിച്ചു. തീർച്ചയായിട്ടും ഈ എഴുത്ത് സംസ്കാരം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തലമുറയ്ക്ക് എന്നും പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത്. എന്നും ഈ ഇടവകയുടെ ചരിത്രത്തിൽ ഇത് നാഴികക്കല്ലായി ഇത് കുറിക്കപ്പെടും. താങ്ക് യു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അവസാന ഇതിലേക്ക് കടക്കുകയാണ്, അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. New Revised Standard Version in 46 minutes 38 seconds. Now, as the official adjudicator from Best of India Records, I would like to declare this your attempt as the world's fastest manual copying of the Bible. A world record. Congratulations to all. Thank you. May I now invite the organizers and our fathers to accept the record certificate medal.